എല്ലാവർക്കും കുക്കിംഗ് വെറൈറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. അതിന് വേണ്ട ചേരുവകൾ ഞാനിവിടെ കാണിക്കാം. ആദ്യം തന്നെ 2 ചെറിയ സവോള കനം കുറച്ച് നീളത്തിൽ അരിയണം. അതിനുശേഷം 2 പച്ചമുളക് ഒരുവിധം നീളത്തിൽ കനം കുറച്ച് അരിയുക. 2 പച്ചമുളക് മതി. 2 പച്ചമുളക് അരിഞ്ഞ് ഇതിൽ ചേർക്കുക. ഒരു ചെറിയ ഇഞ്ചിയുടെ ഒരു കഷ്ണം ഭയങ്കര ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞ് ഇതിൽ ചേർക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിക്കുക. അതിന് ശേഷം 2 വേപ്പില തണ്ടിടുക. വേപ്പില നല്ലതുപോലെ ചൂടാക്കണം. എപ്പോഴും നമ്മൾ വേപ്പില ആദ്യം നല്ലതുപോലെ ചൂടാക്കിയിട്ടാണ് തയ്യാറാക്കേണ്ടത്. അത് ഇത്തിരി ചൂടായി വരണം. ചൂടായതിന് ശേഷം നമ്മൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിൽ സവോള, പച്ചമുളക്, ഇഞ്ചി എല്ലാം ചേർക്കുക. നല്ലതുപോലെ മൊരിയണം. കുറച്ചും കൂടെ എണ്ണ ചേർത്ത് നല്ലതുപോലെ മൊരിയണം. ഇതിൽ മൊരിയാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കുക. അപ്പോൾ സവോള പെട്ടെന്ന് വെന്ത് കിട്ടും, മൊരിവ് വരും. അതുകൊണ്ട് അതിൽ സവോള ചേർത്ത് നല്ലതുപോലെ മൊരിയണം. ഒരുവിധം മൊരിഞ്ഞതിന് ശേഷം എല്ലാം കൂടി ഇതിൽ നിന്ന് കോരി വേറെ എടുത്ത് വയ്ക്കുക. എല്ലാം ഇതിൽ നിന്ന് എടുക്കുക. കോരി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ പൊടികളൊക്കെ തീ ഓഫാക്കിയതിന് ശേഷം പൊടികളൊക്കെ ചേർക്കുക. തീ ഓഫാക്കുക. ആദ്യം തന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി. അതിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചേർത്ത് തീ കത്തിക്കുക. സ്ലോയിലിട്ടിട്ട് ചൂടാക്കുക. അതിന് ശേഷം ഗരം മസാല ഒരു കുഞ്ഞ് സ്പൂൺ ഗരം മസാല ചേർത്തതിന് ശേഷം നമ്മൾ ഈ തേങ്ങയുടെ പാല് 1 കപ്പ് ഇതിൽ ഒഴിക്കുക. തീ ഫുള്ളിലിടുക. ഉപ്പിടുക. എന്നിട്ട് നല്ലതുപോലെ തിളച്ച് വരണം. നല്ലതുപോലെ തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം മുട്ട കൊത്തി വെറുതെ ഇങ്ങനെ ഒഴിക്കുക. പൊട്ടിച്ച് ഒഴിക്കുക. ഈ 1 മുട്ടയും കൂടി പൊട്ടിച്ച് ഇതിൽ ഒഴിക്കുക. 2 എണ്ണം. ഇത്തിരി കുറച്ച് സ്ലോ ആക്കുക. ഇത്തിരി നേരം വേവാൻ വെക്കണം. 10 മിനിറ്റിന് ശേഷം ഈ മുട്ട പൊട്ടാതെ മറിച്ചിടണം. അതുപോലെ തന്നെ ഈ മുട്ടയും പൊട്ടാതെ മറിച്ചിടണം. ഒരിക്കലും പൊട്ടരുത്. അതിന് 10 മിനിറ്റ് ആയതിന് ശേഷം അത് മറിച്ച് ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റെങ്കിലും വേവണം. മുട്ട ഇത് 2ആക്കി മുറിക്കണം. ഇതിൽ ചാറൊക്കെ കയറാൻ വേണ്ടിയിട്ട് മുട്ട 2 കഷ്ണമാക്കി മുറിക്കുക. 2 കഷ്ണമാക്കി മുറിക്കുക. ഇതിൽ വെച്ചിട്ട് മുറിക്കുക. 4 കഷ്ണമായി. അതിനുശേഷം കുറച്ച് ചെറുനാരങ്ങ ഇതിൽ പിഴിയുക. കുറച്ച് ചെറുനാരങ്ങ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ പിഴിയുക. ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് നിർത്തി ഓഫാക്കുക. തീ കഴിഞ്ഞു. നമ്മൾ ഈ സബോള വറുത്തത് വെച്ച് ഇങ്ങനെ അലങ്കരിക്കുക. മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്.
മുട്ടക്കറി ഇവിടെ തയ്യാറാക്കി ഇതിൽ ഡിഷിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതെല്ലാവരും കഴിച്ചു നോക്കുക. പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്ക് ചെയ്യുക. താങ്ക് യു.